സീക്രട്ട് ഫയലിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കുണ്ടാവുകയും പിന്നീട് അത് കൊലപാതകത്തിൽ കലാശിക്കുന്നതുമായ ഒരുപാട് സംഭവങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സംഭവം കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ ഈ അടുത്തിടെ അരങ്ങേറുകയുണ്ടായി. സുഹൃത്തുക്കൾ തമ്മിലുള്ള ചെറിയ ഒരു പടലപ്പിണക്കം പിന്നീട് ഒരാളുടെ കൊലപാതകത്തിൽ കലാശിച്ചു. അതോടെ ആ വിഷയത്തിന് പരിസമാപ്തി ഉണ്ടായി എന്ന് നാട്ടുകാരും വിചാരിച്ചു. പക്ഷേ യഥാർത്ഥ സംഭവ വികാസങ്ങൾ തുടങ്ങുന്നത് അതിന് ശേഷമായിരുന്നു. ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുവാൻ ചില ആളുകൾ തീരുമാനിച്ചു. ഇടതുപക്ഷക്കാരനെ വലതുപക്ഷക്കാരൻ കുത്തിക്കൊന്നു എന്ന് ഈ സംഭവത്തിന് വ്യാഖ്യാനവും നൽകി. പിന്നീട് ആ ഗ്രാമത്തിൽ നടന്നത് രാഷ്ട്രീയ സംഭവ വികാസങ്ങളായിരുന്നു. ആ നാടകീയ രംഗങ്ങളിലേക്കാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഞങ്ങൾ യാത്രയാവുകയാണ്. ഒരുപാട് ചോദ്യങ്ങളുമായി അതിലേറെ ഉത്തരങ്ങൾ തേടി. ഗ്രാമീണതയുടെ നന്മയും നനവും പച്ചപ്പും സ്നേഹവും പ്രകൃതി ഭംഗിയുമായി ഇഴചേർന്ന് നിൽക്കുന്ന ഒരു കൊച്ചു കാർഷിക ഗ്രാമമാണ് വളവുപച്ച. കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ ചിതറ എന്ന സ്ഥലത്തിനടുത്തുള്ള ഈ ഗ്രാമത്തിലെ പ്രധാന കവലയാണ് ഇത്. ഈ ഗ്രാമീണരുടെ അസൂയാവഹമായ സഹജീവനത്തിന്റെയും നന്മയുടെയും പെരുമയുടെ മേൽക്കളങ്കമായി മാറിയ ഒരു കൊടും ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതിന്റെ വിഷമത്തിലാണ് ശശിധരൻ. ശശിധരൻ മാത്രമല്ല, ഈ ഗ്രാമത്തിന്റെയൊക്കെ മനസ്സ് ഇനിയും മരവിപ്പിൽ നിന്നും മുക്തി നേടിയിട്ടില്ല. ഞാൻ ചെല്ലുമ്പോൾ ബോഡി ഇങ്ങനെ കിടക്കുകയാണ്, കത്തിയും കൊണ്ട് കക്ഷി ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു മനുഷ്യ എടുക്കരുത്, ഒരു മനുഷ്യ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ബോഡി ഇവിടെ കിടക്കണം. അപ്പോഴും അനക്കൊന്നുമില്ല. അപ്പോഴും ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഒരു 10-20 ആളായി കഴിഞ്ഞു. അങ്ങനെ ഞാനും തന്നെ അങ്ങോട്ട് കക്ഷിയിരുന്ന് എങ്ങനെയെങ്കിലും കക്ഷിയെ ആശുപത്രി കൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി കത്തി മേടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ കൂട്ടത്തിൽ പറയും, മെസ്സിന് നിങ്ങളെ കൊണ്ട് പോണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചു മാറ്റി. അതിനുശേഷം ഏതോ സ്ത്രീ അങ്ങോട്ട് കക്ഷി ഇങ്ങനെ കുത്താൻ്റെ പിച്ചാത്തി കൊണ്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു പെണ്ണും പിള്ളേണ് കത്തി പിടിക്കുന്നത്, കത്തി വാങ്ങിച്ചു. അതിനുശേഷമാണ് കക്ഷിയെ പിടിച്ച് ഇതിന് മുമ്പായിട്ട് തന്നെ സ്റ്റേഷനിൽ വിളിച്ചായിരുന്നു. ഈ കത്തി വാങ്ങിച്ചതിന് ശേഷം കക്ഷി പിടിച്ച് കിട്ടി. കക്ഷിയെ കത്തി വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ ഉൾപ്പെടെ എടുത്ത് ഡെഡ് ബോഡി അപ്പോഴും മരിച്ച്. കുട്ടിക്കാലം മുതൽ കൂട്ടുകൂടിയും കലഹിച്ചും സ്നേഹിച്ചും വളർന്നു വന്ന രണ്ട് ഗ്രാമീണർ ഇന്ന് മുതിർന്ന പൗരന്മാർക്ക് രാജ്യം നൽകുന്ന ആദരവും ആനുകൂല്യവും സ്വീകരിച്ചിരുന്നവർ, ഗ്രാമത്തിലെ പുതുതലമുറയ്ക്ക് തുണയും തണലും വഴികാട്ടികളുമാകേണ്ടിയിരുന്നവർ, ഈ 60-65 പ്രായത്തിലും അധ്വാനിച്ച് ജീവിക്കുന്ന ഈ ഗ്രാമത്തിലെ രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ ഷാജഹാനും ബഷീറും. ഇത് മറ്റൊരു തരത്തിലുള്ള വിഷയമൊന്നുമല്ല, അവർ മരിച്ചീനിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ ഈ രണ്ട് വ്യക്തികളെ നമുക്ക് നന്നായിട്ട് അറിയാം, കുഞ്ഞുനാൾ മുതലേ നമ്മൾ കാണുന്നവരാണ്. ബഷീറാമ്മ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ ഏരിയയിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിയാണ്. പിന്നെ മറ്റേ ആൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ടായിട്ട് നമുക്കായിരിക്കും അറിയത്തില്ല. പുള്ളിക്കാരന് രാഷ്ട്രീയത്തോടൊന്നല്ല, ഒന്നിനോടൊരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരാളാണ്. കാരണം പിന്നെ കുടുംബത്തോടായാലും വേറെ ഒന്നുമില്ല, കിട്ടുന്നത് കുടിക്കുന്നു, ആരെങ്കിലും സ്കൂളിൽ ചെന്ന് കയറുന്നു, അങ്ങനെയുള്ള ഒരാളാണ്. പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കത്തി എടുത്തുകൊണ്ട് വരുന്നു. കളിതമാശകളുടെ ഭാഗമായി പരസ്പരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കലഹിച്ചാലും അടുത്ത നിമിഷം എല്ലാം മറന്ന് ഒരുമിച്ചിരുന്നവർ, മറ്റെന്തിനേക്കാളും സൗഹൃദത്തിന് വില കണ്ടിരുന്നവർ, ഈ കവല കേന്ദ്രീകരിച്ച് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്ത് ജീവിച്ചിരുന്നവർ. സദാ സഞ്ചിയും കൊണ്ട് നടക്കാറുള്ള ഷാജഹാനെ ആ നാട്ടുകാർ സഞ്ചി എന്നാണ് കളിയാക്കി വിളിക്കാറ്. അതിൽ അയാൾക്ക് പരിഭവം ഒട്ടുമുണ്ടാകാറുമില്ല. ഇടംപേര് വിളിച്ചെന്ന് പറഞ്ഞ് പ്രതികരിക്കൂല മച്ച. ഇവിടെ എല്ലാവരും അത് പറയും പേര്, അവിടെ എങ്ങും പ്രതികരിക്കാൻ പറ്റില്ല. സഞ്ചിന്ന് വിളിക്കും. പിന്നെ പണ്ട് ഈറ വെട്ടാൻ പോകുമായിരുന്നു, അങ്ങനെ ഈറ കങ്കാണിന്ന് വിളിക്കും. ഈ രണ്ട് പേര് ഇവിടെ വിളിക്കും ആൾക്കാർ. വിളിച്ചാലും ഒന്നും പ്രതികരിക്കാനും ഒന്നിനും നിൽക്കത്തില്ല. എന്നാൽ അന്ന് എന്തുകൊണ്ടോ അയാൾക്ക് ഒരു കറുത്ത ദിനമായിരുന്നു. അല്ലെങ്കിൽ സഞ്ചി എന്ന ഇരട്ടപ്പേർ വിളി അന്ന് മാത്രം അയാളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിച്ചത്? വിളിച്ചത് ഉറ്റ സുഹൃത്തായ ബഷീർ ആയിരുന്നിട്ട് പോലും. വെളിയിൽ ഞാൻ അല്പം അറിഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക്
ഈ മരണപ്പെട്ട കക്ഷി അതിലേ നടന്നു വരുമ്പോൾ ഇദ്ദേഹം ചോദിച്ച് 3-4 കിലോ മരിച്ചിന് വേണം എന്നിങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ കക്ഷിക്ക് ഇത് ചെവി കേൾവിക്കുറവുണ്ട്. അപ്പോൾ കക്ഷി ഇത് കേട്ടില്ല. ഇവിടെയുള്ള അറിവാണെങ്കിൽ പറയണല്ല, ഞാൻ ദൃക്സാക്ഷിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ രണ്ടാമതും മരിച്ചിനിരാരും ചോദിച്ചിട്ടും കക്ഷി ചെവിക്ക് കേൾവില്ലാത്തതുകൊണ്ട് ഞാൻ പോരുന്നു. അങ്ങനെ കക്ഷി വീട്ടിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്ന മുമ്പായിട്ട് കക്ഷി മദ്യപിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ അവിടെ വെച്ച് വാക്കറ്റുണ്ടായി. കക്ഷി മരിച്ച വെച്ചൊരു ആശുവാണ് ആൾ. ഈ വാക്കറ്റുണ്ടായി ഇദ്ദേഹത്തിനെ പിടിച്ചെള്ളി. അങ്ങനെ ഈ മരിച്ചിന് ബിസിനസ് ചെയ്യുന്നില്ലേ, അയാളെ പിടിച്ചിട്ടി. അപ്പോൾ ഇദ്ദേഹത്തിന് ശകലം നടക്കാൻ വയ്യ, മരുത്തടിച്ച് പൂസാണ്. അങ്ങനെ മറിഞ്ഞു വീണ് തല മുറിഞ്ഞെന്നാണ് പറയുന്നത്. എന്നിട്ട് അതെ മധ്യ ഏരിയയിൽ തന്നെയാണ് വരുന്നത്. ഇതാണ് എന്നിൽപ്പെട്ട അറിവ്. അന്നൊരു ശനിയാഴ്ച ഉച്ചവരെ ബഷീർ കവലച്ചന്തയിൽ മരിച്ചീനി വിൽക്കുകയായിരുന്നു. മരിച്ചീനി കച്ചവടം പൊടിപൊടിച്ചു നിൽക്കവേ അതുവഴി വന്ന ഉറ്റ സുഹൃത്തായ ഷാജഹാനെ ബഷീർ സാധാരണ പോലെ ഇരട്ടപ്പേർ വിളിച്ച് എന്തോ ചോദിച്ചു. ഏയ് സഞ്ജി, നീ എവിടെ പോകുന്നു എന്നോ മറ്റോ ആണ് ബഷീർ ചോദിച്ചത്. എന്തായാലും ബഷീറിന്റെ സമയദോഷം കൊണ്ടോ എന്തോ അന്നേരത്ത് എല്ലാവരുടെയും മുന്നിൽ വച്ചുള്ള ആ വിളി ഷാജഹാന് വലിയ അപമാനമായി. അതോടെ ബഷീറിനോട് ഒരു വല്ലാത്ത വൈരാഗ്യം മനസ്സിൽ മുളയ്ക്കുകയും ചെയ്തു. കുത്തി എന്ന് പറയുന്ന ഷാജി പഴയ CPM-ൻ്റെ ആളാണ്. ഇപ്പം ഇത് രാഷ്ട്രീയവൽക്കരിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ടല്ലോ, ആ ഇലക്ഷന് വോട്ടിന് വേണ്ടി ഇതൊരു പ്രചരണം ആയിട്ട് ഇപ്പോൾ എടുക്കുന്നതാണ് ഈ മാസ്റ്റർ ഇവിടെ. അല്ലാതെ ഇത് വ്യക്തിവൈരാഗ്യവും മറ്റൊന്നുമല്ല. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം വൈരാഗ്യത്തോടെ അയാൾ ബഷീറിനെ ആഞ്ഞു കുത്തി. ദേഷ്യം തീരുവോളം വീണ്ടും വീണ്ടും കുത്തി. ആ വീട്ടിൽ നിന്ന് ആക്രോശവും നിലവിളിയും കേട്ട് ഓടിയെത്തിയ അയൽക്കാർ കണ്ടത് ബഷീറിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കത്തിയുമായി വീടിന് ചുറ്റും വലിച്ചിഴച്ചുകൊണ്ട് ഭ്രാന്തമായി പരാക്രമം കാട്ടുന്ന ഷാജഹാനെയാണ്. തടയാനെത്തിയ അയൽവാസികളെ കത്തി വീശി ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ കൃത്യം നിർവഹിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഞങ്ങളിത് കണ്ടിങ്ങനെ നിന്ന ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ അപ്പോഴും അതൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. ഞങ്ങൾ 3-4 പെണ്ണുങ്ങളുടെ ഇടയിൽ മുമ്പ് കൊണ്ടിട്ട് ഇത്രയും കുത്തുമ്പോൾ നമ്മൾ ആ ബ്ലഡും ഈ ആളിനെയും കാണുമ്പോഴേ നമ്മളെ മാനസികാവസ്ഥ അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നിട്ട് നമ്മളെല്ലാവരും ചെല്ലുന്നവർ അടുക്കാൻ ചെന്ന് ഇതിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കി. ഞങ്ങളയാളെ കുത്താൻ ഓട്ടിക്കുകയാണ്. അപ്പോഴെല്ലാം ഞങ്ങൾ ഓടുകയാണ്. ഇവിടെ മോനുണ്ടായിരുന്നു, അവൻ ഇതുപോലെ വണ്ടി വിളിക്കാൻ പോയിട്ട് അവൻ വന്നപ്പോൾ അവൻ്റെ നേരെ ഇവൻ നോക്കണ കണ്ടുകൊണ്ടാണ് ഞാൻ പിച്ചാത്തി തന്നെ ഞാൻ പിടിച്ചു പറിക്കുന്നത്. പിടിച്ചു പറിച്ച് ഇച്ചിരി കൈയൊക്കെ കണ്ട് ഈ കൈ മുറിഞ്ഞ് ഇവിടെ എത്തിപ്പൂല ചെറുതായിട്ടൊന്ന് ഇതായി. വിട്ട് തന്നാന്ന് ചോദിച്ചാൽ എന്തോ അയാൾ എങ്ങനെ പിച്ചാത്തി എൻ്റെ കൈ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. പകുതി ഇത്ര ഒരു പിടിയിലെ ലേശം അയാളായാലുമായി, ബാക്കി പിച്ചാത്തിയും പിടിയും കൂടെയാണ് എൻ്റെ കൈ കിട്ടണം. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് ശരിക്കും ആൾക്കാരിങ്ങനെ നിൽക്കുവാണ്. അവിടോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ ഇതിനെ എടുത്ത് കൊണ്ടുപോകണം. ബാക്കി എല്ലാവരും കൂടെ കെട്ടിയിരുന്നു. മരിച്ച് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോഴേ മരിച്ച്. ഞങ്ങൾക്കറിയില്ലല്ലോ, ഞങ്ങൾ ആ വെപ്രാളം കൊണ്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് പോടുക. ശരീരം മുഴുവൻ ചിതറിയ ചോരയുമായി കത്തിയും പിടിച്ച് അയൽക്കാരെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് കടക്കാൻ ശ്രമിച്ച ഷാജഹാനെ ഒരു വിധേന നാട്ടുകാർ ചേർന്ന് കീഴ്പ്പെടുത്തി പോലീസിലേൽപ്പിച്ചു. വീട്ടിൽ തന്നെയാണ് എന്ന് പറ്റി കൊന്നത്. ഒരിടത്തില്ല വഴിയില്ല വെച്ചല്ല, വീട്ടിൽ തന്നെയാണ്. അതിൽ പിന്നെ സംശയം വേണ്ട കേട്ടോ. അവർ മുൻപായി അതെ നിൽക്കുന്നു, ബോഡി ഇങ്ങനെ കിടക്കുന്നു. ഊരി പിടിച്ചേ കത്തിയായിട്ട് നിൽക്കുന്നു, ബോഡി ഇങ്ങനെ കിടക്കുന്നത് തന്നെയാണ് കണ്ടത്. കണ്ട ഭയക്കാതെ പിന്നെ ഈ ഒരാളിങ്ങനെ കുത്തിയിട്ടേക്കുന്ന ആസ്പത്രിയിൽ പോലും കൊണ്ടുപോകാനായിട്ട് എടുക്കാൻ ആര് അടുക്കരുത് ഞാൻ കുത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യനെ കണ്ട ഭയക്കില്ല നമ്മൾ. ഭയന്നു പോയി, അടുക്കാനൊക്കാത്ത സാഹചര്യത്തിലായിപ്പോയി. വീട്ടിൽ ചെന്ന് തന്നെയാണ് കുത്തിയത്. എന്ത് കാരണം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് ഒരു മുൻവൈരാഗ്യം രാഷ്ട്രീയ വിരോധമാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാറില്ല. അവിവാഹിതനായ ബഷീർ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. സഹായത്തിന് ആരുമുണ്ടായിരുന്നില്ല. ശാന്ത സ്വഭാവക്കാരനും എല്ലാവരോടും സൗഹൃദം കാണിക്കുന്ന ആളുമായിരുന്നു ബഷീർ. പാവം മനുഷ്യനാ. ഇതിൽ നടന്നു പോയാൽ പോലും അങ്ങനെ ഒരാൾ പോകണമെന്നുള്ള ഒരിതില്ല. ആരെന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയും, അങ്ങ് പോകും. അല്ലാതെ ഒരു ചായക്കടയിൽ പോയിരിക്കുക. ഇവിടെ ഈ ചായക്കടയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഒരു വിശേഷ ദിവസങ്ങളിൽ അങ്ങനെ കയറി അത് നേരം വെളുക്കുമ്പോൾ കിഴങ്ങച്ചോടത്തിന് പോകും. 5 മണിക്ക് എണീറ്റ് പോണതാ.
പോയിട്ട് 2-3 മണിയൊക്കെ ആകുമ്പോൾ വരും. വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും പോകും. അതേസമയം ഷാജഹാൻ അക്രമ സ്വഭാവം ഉള്ളയാളാണെന്നും അന്ന് അയാൾ മദ്യലഹരിയിലായിരുന്നു എന്നും ചിലർ പറയുന്നുണ്ട്. എൻ്റെ അയൽവക്കത്ത് താമസിച്ചിരുന്നതാണ്. താഴെ ഞാൻ താമസിക്കുമ്പോൾ എൻ്റെ അടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന ഭാര്യ ഉണ്ടായിരുന്നു, 2 ആമക്കളും ഉണ്ടായിരുന്നു. അവരും ഒക്കെ ഇയാളെ ഈ ബഹളവും ഈ ഇതൊക്കെ കൊണ്ട് അവർ കളഞ്ഞിട്ട് അവരെ ഇതായിട്ട് അവരങ്ങ് പോയതാണ്. അന്ന് കഞ്ചാവൊന്നും അടിക്കില്ല, കള്ളു കുടിക്കും. പുള്ളി അന്നും കള്ളു കുടിക്കും. കള്ളു കുടിച്ച് വീട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കും, ഇറങ്ങിപ്പോവും. ചിലപ്പോൾ 5 ദിവസം 6 ദിവസം കഴിഞ്ഞ് വരും. അങ്ങനെയൊക്കെ പോകുമായിരുന്നു. അല്ലാതെ ഒന്നും പുള്ളിയെ പറ്റി വേറെ അങ്ങനെ ഒന്നും അറിയാൻ പറ്റത്തില്ല. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ സ്ഥിരം ഇയാൾ അടിയും പിടിയും കുത്തും വെട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. വളരെ നിസ്സംഗതയോടെയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഷാജഹാൻ നിന്നത്. അടുത്ത സുഹൃത്തിനെയാണ് താൻ കൊലപ്പെടുത്തിയത് എന്ന ഖേദം അയാളിൽ ഉള്ളതായി തോന്നിയില്ല. എൻ്റെ മാമാക്ക് ചീനി കച്ചവടമാണ് ജോലി. മാമ ചീനിയും വിറ്റിട്ട് റോഡിൽ വന്നിറങ്ങി നടന്നു വന്നപ്പോൾ ഈ കുത്തിയോ അവൻ്റെ വീട്ടിൽ നിന്നും കൊണ്ട് ബഷീർ ഗങ്ങാണി അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പം മാമാക്കത്തെ കേൾവി കുറവുണ്ട്. മാമ പെട്ടെന്ന് വൈകിട്ട് കിഴക്കുംഭാഗത്ത് കച്ചവടത്തിന് പോകാനായിട്ട് പെട്ടെന്ന് വന്ന് കുളിച്ച് ചോറും കഴിച്ച് പോകാനായിട്ട് മാമ വേഷയ്ക്ക് നടന്നു വന്നപ്പോൾ ഇവൻ കുറുക്കിട്ട് വന്ന് പിടിച്ചിട്ട്, നീ എനിക്ക് കിഴങ്ങ് വെച്ചിട്ട് തരൂല്ലേടാ, നീ എന്തേരടാ എന്നെ നിന്നിച്ചിട്ട് പോയാന്ന് പറഞ്ഞുകൊണ്ട് മാമയെ പിടിച്ച് തള്ളിയിട്ട് അവനും വീണ് അവൻ്റെ നെറ്റി മുറിഞ്ഞു. മാമ എന്നിട്ട് ഇവിടെ വന്ന് അമ്മടുത്ത് പറയാതെ മാമ പെട്ടെന്ന് വന്ന് കുളിക്കാനായിട്ട് വെള്ളം എടുത്ത് തോർത്ത് കൊടുത്ത് മാമ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് വന്നാണ് അവൻ കുത്തിയത്. പോലീസിന് മുന്നിൽ നിർവികാരതനായി നിന്ന ഷാജഹാന് ചെയ്തുപോയ പൈശാചികതയിൽ കുറ്റബോധമുള്ളതായും തോന്നിയില്ല. ഏതായാലും സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ നിസ്സാര പ്രശ്നത്തിനിടെ ഒരാൾക്ക് പൊടുന്നനെയുണ്ടായ ക്ഷോഭം കൊലപാതകത്തിൽ കലാശിച്ചതോടെ ബന്ധുക്കളും നാട്ടുകാരും സപ്തരായി നിൽക്കവെയാണ് കഥ മാറുന്നത്. കാസർഗോഡ് പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPM എന്ന സംഘടന സമൂഹത്തിന് മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയം. പെരിയ കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും കൊല ചെയ്തയാൾ പാർട്ടിക്കാരനാണെങ്കിലും രാഷ്ട്രീയമല്ല വ്യക്തിവൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നും കൊലപാതകിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്നും മറ്റുമുള്ള പലവിധ പ്രസ്താവനകൾ നടത്തി ചോരക്കറ കഴുകാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന CPMന് വീണ് കിട്ടിയ പിടിവെള്ളിയാവുകയായിരുന്നു ചിതറയിലെ ഈ കൊലപാതകം. തങ്ങളുടെ പാർട്ടിക്കാരനായ ബഷീറിനെ കോൺഗ്രസുകാരനായ ഷാജഹാൻ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ കൊല ചെയ്തുവെന്ന് CPM ആരോപിച്ചു. തുടർന്ന് CPM സംസ്ഥാന സെക്രട്ടറി മുതൽ ലോക്കൽ നേതാക്കന്മാർ വരെ പങ്കെടുത്ത രാഷ്ട്രീയ യോഗങ്ങളും പ്രകടനങ്ങളും കൊലവിളികളും ഒരു വശത്ത്. കഴിഞ്ഞ 2 മാസക്കാലത്തിനിടയിൽ CPMന്റെ 2ാമത്തെ പ്രവർത്തകനാണ് കൊല ചെയ്യപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ മാസം 29-ാം തീയതിയാണ് പൗത്രേശ്വരം പഞ്ചായത്തിലെ എരുതനങ്ങാട് ബ്രാഞ്ച് സെക്രട്ടറി, നാട്ടിൽ നല്ല സ്വീകാര്യതയുണ്ടായ പൊതുപ്രവർത്തനായിട്ടുള്ള ദേവദത്തിനെ ആ പ്രദേശത്തെ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ ഗുണ്ട അതിദാരുണമായി കൊലപ്പെടുത്തി. 40-45 വർഷക്കാലമായി ചിതറ പഞ്ചായത്തിൻ്റെ കിഴക്ക് മേഖലയിൽ സജീവമായി CPMന്റെയും LDFന്റെയും പ്രവർത്തനം നടത്തിയിരുന്നയാളാണ് തൊഴിലാളിയായിട്ടുള്ള ഇന്നലെ കൊല ചെയ്യപ്പെട്ട ബഷീർ. വെറും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് തൊഴിലെടുത്ത് ജീവിച്ച ഒരു തൊഴിലാളിയായിട്ടുള്ള ബഷീറിനെ പ്രദേശത്തെ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ ഒരു ക്രിമിനലായിട്ടുള്ളൊരു ഗൂണ്ട ആയിട്ടുള്ള ഷാജഹാനാണ് വീട്ടിൽ കയറി കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 8-9 കുത്തുകൾ കുത്തി അതിദാരുണമായി കൊലപ്പെടുത്തി. ഷാജഹാന് കോൺഗ്രസ് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും പെരിയ ഇരട്ട കൊലപാതകത്തിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന CPM ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി പുകമറ സൃഷ്ടിക്കുകയാണെന്നുമുള്ള മറുപടിയുമായി കോൺഗ്രസിന്റെ കൊല്ലം ജില്ലാ നേതാക്കൾ മുതൽ സംസ്ഥാന നേതാക്കൾ വരെ ചിതറയിലെത്തി. K. മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളും പ്രകടനങ്ങളും മറുവശത്തും പൊടിപൊടിച്ചു. നാട്ടിൽ നടന്ന ഒരു അസ്വാഭാവികമായി ഉണ്ടായ ഒരു കൊലപാതകം ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കൊലപാതകം. അതിന് രാഷ്ട്രീയത്തിന്റെ ഒരു ചുവയുമില്ല.
കാരണം എൻ്റെ അടുത്തൊരു മാധ്യമ പ്രവർത്തകൻ, കണക്കിലുള്ള ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത്, ഈ കൊല നടന്ന വിവരം അറിഞ്ഞ് 3 മണിക്കൂർ വരെ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ പത്രപ്രവർത്തകന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ഏതാണ്ട് 2 ആഴ്ചക്കാലം വളവ് പച്ചക്കാർ കേട്ടത് നാളിതുവരെ ഈ ഗ്രാമം കേട്ടിട്ടില്ലാത്ത രാഷ്ട്രീയ കൊലവിളികളാണ്. കൊലപാതകത്തിന്റെ ഞെട്ടലോ മരിച്ചയാളിന്റെ ബന്ധുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും ദുഃഖമോ എല്ലാം മറന്ന വളവുവച്ച ഗ്രാമം സന്ദേശം എന്ന മലയാള സിനിമയിലെ രംഗങ്ങളെ ഓർമ്മിപ്പിക്കും വിധമുള്ള കൗതുക കാഴ്ചകളാണ് സാക്ഷ്യം വഹിച്ചത്. ഒരു കൊലപാതകത്തെയും കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുകയില്ല, ഒരു കൊലപാതകങ്ങളെയും രക്ഷപ്പെടാൻ കോൺഗ്രസ് നിന്നുകൊടുക്കുകയുമില്ല. അത് കോൺഗ്രസ് പ്രവർത്തകരാണ് എങ്കിൽ പോലും നിങ്ങൾ എടുത്തു നോക്കൂ, എണ്ണത്തിൽ കുറവാണെങ്കിലും കേരള ചരിത്രത്തിൽ അങ്ങിങ്ങായി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിയായിട്ടുള്ള കൊലപാതക കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ആത്മാഭിമാനത്തോടു കൂടി തന്നെ എനിക്ക് പറയുവാൻ കഴിയും, ആ പ്രതികളെ സംരക്ഷിക്കുവാൻ കോടതികൾ കയറി ഇറങ്ങുവാൻ ഒരു കോൺഗ്രസുകാരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. ആ കേസുകളിൽ പ്രതികളെ സംരക്ഷിക്കുവാൻ ജയിലുകളിൽ നടക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. ആ പ്രതികളെ സംരക്ഷിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ വഴി കോൺഗ്രസ് ഭരിക്കുമ്പോൾ വഴിവിട്ട് ഇടപെടുന്നതായി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കൊല ചെയ്യപ്പെട്ട ബഷീർ CPM അനുഭാവിയാണെങ്കിലും പാർട്ടിക്കാരുമായോ പാർട്ടി പ്രവർത്തനങ്ങളുമായോ യാതൊരു ബന്ധവുമില്ലെന്ന അയാളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാക്ഷ്യം പറച്ചിലുകൾക്ക് ആരും കാതുകൊടുത്തില്ല. എല്ലാവരും വന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ TV ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾ ഇത്രയും അടുത്തായിട്ട് TV ഒന്നും ഇട്ടില്ല. ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ അന്ന് പറയുകയും പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾ വരെയും പാർട്ടിക്കാർ വരെയും ചെയ്യുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. യഥാർത്ഥ കാരണം എന്ത്? പ്രതിക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അയാൾ മറ്റാരുടെയെങ്കിലും പ്രേരണയാൽ ചെയ്തതാണോ? ഇങ്ങനെ നിരവധി തലങ്ങളിൽ നടക്കേണ്ട അന്വേഷണത്തിനുള്ള സാവകാശം പോലും പോലീസിന് കൊടുക്കാതെ അവരുടെ അന്വേഷണത്തിന്റെ ഗതി തിരിച്ചുവിട്ട രാഷ്ട്രീയക്കാർക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണ കോലാഹലങ്ങൾക്ക് കൊഴുപ്പുകൂട്ടാനുള്ള ചേരുവയായിരുന്നു ബഷീറിന്റെ കൊലപാതകം. CPM നേതാവായ ബഷീറിന് ആദരാഞ്ജലികൾ എന്ന ഈ പോസ്റ്റർ മുതലെടുപ്പ് രാഷ്ട്രീയത്തിന്റെ കറുത്ത ഹാസ്യത്തിന് സാക്ഷ്യമാണ്. ഇത് രാഷ്ട്രീയ വൈരാഗ്യമോ ഒന്നുമല്ല. അവർ രണ്ടുപേരും 2 സുഹൃത്തുക്കളായിരുന്നു. മരിച്ചീനി മേടിക്കുന്നത് സംബന്ധിച്ച തർക്കം കൊണ്ട് നടന്ന ഒരു സംഭവമാണ്. സ്ഥിതി ആകെ വഷളായി. ഗ്രാമമാകെ രാഷ്ട്രീയ ചേരി തിരിഞ്ഞ് കൊലപാതക രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഈ വളവുപച്ച ഗ്രാമത്തിലെ കാർഷിക സംസ്കാരം കൊലവിളികൾക്ക് വഴിമാറി. ഗ്രാമീണതയുടെ നന്മയും നനവും പച്ചപ്പും സ്നേഹവും എവിടെയോ പോയി ഒളിച്ചു. ഗ്രാമത്തിലെ പഴമക്കാർ രാഷ്ട്രീയ മുതലെടുപ്പുകളെ പഴി പറഞ്ഞു. ഒടുവിൽ നന്മയുടെ നനവ് എവിടെയോ അല്പം ബാക്കിയുണ്ടെന്ന് ഈ ഗ്രാമം തെളിയിച്ചു. കോൺഗ്രസ് ആണെന്ന് പറയാൻ കാരണമുണ്ട്. ഇലക്ഷൻ വരെയാണ്, അവർക്കൊരു വകുപ്പുണ്ടാവും. ഒരു കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റുകാരനെ കുത്തില്ല. പക്ഷെ ഈ മരിച്ച ആൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഈ അയാളെ തന്തയ്ക്ക് പറഞ്ഞാൽ അയാൾ കേൾക്കും. പക്ഷെ പാർട്ടിക്കാരോ എല്ലാം പറഞ്ഞ പിന്നെ അയാൾക്ക് തലയ്ക്ക് ഭ്രാന്താണ്. അയാൾക്ക് ഭാര്യയും മക്കളൊന്നുമില്ല, വിവാഹം കഴിച്ചിട്ടില്ല. ഷാജഹാൻ അങ്ങനെ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കുന്നില്ല. ഈ പറഞ്ഞ ഞാനും ഒരു പാർട്ടിയിലും പ്രവർത്തിക്കില്ല. നമ്മുടെ കുടുംബത്തിൽ ആരും ഒരു പാർട്ടിക്കാരെയും പിറക്കേന്ന് പോയി ഈങ്കാവ് വിളിക്കാനാ ചോദിക്കാനാ പറയാനാ അങ്ങനെ ഒരു ഒപ്പനോട്. കൊല ചെയ്യപ്പെട്ട ബഷീറിന്റെയും കൊലപാതകി ഷാജഹാന്റെയും വീട്ടുകാർ തമ്മിൽ ഒന്നിച്ചു. ഇത് കൂട്ടുകാർ തമ്മിലുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചതാണെന്നും അവർ രണ്ടുപേരും ഒരു പാർട്ടിയുമായും യാതൊരു ബന്ധമില്ലാത്തവരായിരുന്നു എന്നും ഇത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്നും സാക്ഷി പറഞ്ഞുകൊണ്ട് ഇരു വീട്ടുകാരും രംഗത്തെത്തിയതോടെ വില കുറഞ്ഞ രാഷ്ട്രീയക്കാർ രംഗം വിട്ടൊഴിഞ്ഞു. പോലീസ് തുടർ നടപടികളിലേക്കും അന്വേഷണ ജോലികളിലേക്കും പ്രവേശിച്ചു. പട്ടാപ്പകൽ ആ നാട്ടിൽ നടന്ന ഈ നിഷ്ഠൂര കൊലപാതകം നേരിട്ട് കണ്ട പലരും ഞെട്ടിത്തരിച്ചുപോയി. പക്ഷേ ഈ നിഷ്കളങ്ക കൊലപാതകത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ എത്തിയ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിയുടെയും വാദിയുടെയും വീട്ടുകാർ ഒന്നു ചേർന്ന് പടിക്ക് പുറത്താക്കുന്ന മാതൃക കാഴ്ചയാണ് ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കൊലപാതകം രാഷ്ട്രീയവൽക്കരിക്കാൻ പല പാർട്ടികളും തീരുമാനിച്ചു.
പക്ഷേ അവരുടെ ചിന്ത വില പോയില്ല. ഇത്തരം കപട രാഷ്ട്രീയ മുഖങ്ങളെ തിരിച്ചറിയുവാനുള്ള മനോധർമ്മം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തേടി മറ്റൊരു നാട്ടിലേക്ക്.